അമേരിക്ക എന്ന് പറയുന്ന ആഗോള ശക്തി സെക്യൂരിറ്റീൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും സെക്യൂരിറ്റിയുടെ പേരിലാണെങ്കിലും ഇത്രയും വലിയ പേടിത്തൊണ്ടന്മാരായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയ നിമിഷങ്ങളാണ് കഴിഞ്ഞു പോയത് എന്നുള്ളതാണ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുടെ പശ്ചാത്തലത്തിൽ ഇറാനെ അനുനയിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ചൈനയിലേക്ക് വിസിറ്റിന് പോകുന്നത്. ആരെ കാണാൻ? നമ്മുടെ ഷീ ജിൻപിങ് അണ്ണനെ കാണാനാണ് പോകുന്നത്. അങ്ങനെ ഇവർ പോയി കുറേ കാര്യങ്ങളൊക്കെ ചർച്ചിച്ചു. ഇവരുടെ കുറേ വീഡിയോകളൊക്കെ പുറത്തു വന്നു, ഉദ്യാനത്തിലൂടെ ഉലാത്തുന്നതും അങ്ങനെ കുറേ വീഡിയോസൊക്കെ പുറത്തു വന്നു. അവസാനം അണ്ണൻ പ്രഖ്യാപിച്ചു, എന്ത്? ഇറാനെതിരെ ചൈന സഹായിക്കും. അത് മിലിറ്ററി സഹായമൊന്നുമല്ല, ഇറാനെ അനുനയിപ്പിക്കാനും ഇറാനെ പ്രഷറൈസ് ചെയ്യാനും ചൈന സഹായിക്കും എന്നുള്ളത് അണ്ണൻ ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ചൈന ഒന്നും മിണ്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. അങ്ങനെ പോന്നപ്പോൾ സന്തോഷാർത്ഥം ചൈന, അതേപോലെ തന്നെ ചൈനയും ഷീ ജിൻപിങ്ങും കുറച്ച് സമ്മാനങ്ങളും സുവനീറുകളൊക്കെ ഇവർക്ക് നൽകി. ഇവരെല്ലാവരും സന്തോഷത്തോടു കൂടെ വാങ്ങിച്ചു. എന്നിട്ട് നേരെ ഫ്ലൈറ്റ് കയറുന്നതിന് മുന്നേ ആ എയർപോർട്ടിലെ വേസ്റ്റ് ബിന്നിൽ ഈ സാധനങ്ങളൊക്കെ ഇട്ട് പോയി. ഇതാണ് എന്തായത് ഭയങ്കരമായിട്ട് വൈറലായത്. ഇവരിത് എന്തിനിങ്ങനെ ചെയ്തു? ഇതാണ് മെയിൻ ആയിട്ടുള്ള ചോദ്യം വന്നത്. അവ മേജർ പ്രശ്നം എന്ന് പറയുന്നത് ചൈനയെ വിശ്വാസമില്ല എന്നുള്ളതാണ്. ചൈനയെ ഒരു തരത്തിലും വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇവരുടെ ഡാറ്റ ചോർത്തുമോ, അതിനകത്ത് സ്പൈവെയർ ഉണ്ടായിരിക്കോ, അതിനകത്ത് സ്പൈ പണി ഉണ്ടായിരിക്കോ, ഇങ്ങനെയുള്ള സംശയത്തിൻ്റെ ബേസിസിലാണ് ഈ ചൈന കൊടുത്ത സാധനങ്ങളെല്ലാം അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് വേസ്റ്റ് ബിന്നിലിട്ടിട്ട് ഇവർ പോയത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണേ, ഇറാൻ എന്ന് പറയുന്ന ഇറാനെതിരായിട്ടൊരു നിലപാടെടുക്കാൻ വേണ്ടിയിട്ട് ചൈനയുമായിട്ട് സംസാരിക്കാൻ പോയതാണ് ചർച്ചയ്ക്ക്. എന്നാൽ ഇവരൊരു തരിമ്പും വിശ്വാസം ഉണ്ടോ? അതൊട്ട് ഇല്ലതാനും. ഇതാണ് ഇതിലെ പ്ലേ എന്ന് പറയുന്നത്, ഇതിലെ രസകരമായിട്ടുള്ള സാധനം. നമ്മൾ ചർച്ചയ്ക്ക് പോകാനായിട്ട് ശത്രുക്കളായിട്ട് ചർച്ചയ്ക്ക് പോകും അല്ലേ? അപ്പം അതേപോലെ തന്നെ മധ്യസ്ഥ വഹിക്കാനായിട്ട് മധ്യസ്ഥൻ്റെ അടുത്ത് നമ്മൾ ചർച്ചയ്ക്ക് പോകും. മധ്യസ്ഥൻ്റെ അടുത്ത് നമ്മൾ ചർച്ചയ്ക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വേറൊരാളെ പ്രഷറൈസ് ചെയ്ത് ഇൻഫ്ലുവൻസ് ചെയ്തൊരു കാര്യം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ അപ്രോച്ച് ചെയ്യുന്ന ആൾ ആരായിരിക്കണം? നമുക്ക് വളരെ വിശ്വാസമുള്ള ആളായിരിക്കണം. പക്ഷെ ഈ കാര്യത്തിൽ അങ്ങനെയല്ല എന്നുള്ളതാണ്. വേണമെങ്കിൽ പറയാം, എന്ത് ജിയോ പൊളിറ്റിക്സും രാജ്യങ്ങൾ തമ്മിലുള്ള ഡിപ്ലോമസിനെ ഒന്നും പേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ വെച്ചിട്ട് നമ്മൾ അളക്കാൻ പറ്റത്തില്ല. അത് വേറെ ഒരു ഫീൽഡാണെന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും ഇങ്ങനെയൊക്കെ പേടിക്കാൻ പാടുണ്ടോ? ഇതാണ് ഇതിലെ രസം. അപ്പോൾ ഇത് പക്ഷേ ആദ്യമായിട്ടല്ല അമേരിക്ക ചെയ്യുന്നത്. അതായത് 7 വർഷങ്ങൾക്ക് മുന്നേ അമേരിക്ക ഇതേപോലെ തന്നെ ചൈന സന്ദർശിച്ചിട്ടുണ്ട്. ആ സമയത്തും ചൈനയിൽ നിന്നുള്ള ഒരു പ്രൊഡക്റ്റും ഒരു എക്യുപ്മെന്റും ഒന്നും തന്നെ ഇവര് അമേരിക്കയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. പേടി കാരണം തന്നെയാണ്. ഡാറ്റ ചോർത്തുമോ, വോയിസ് കൺട്രോൾ ചെയ്യുമോ, മൊബൈൽ ഫോണിലുള്ള ഡാറ്റ അടിച്ചുകൊണ്ട് പോകുമോ, ഇവരെന്ത് ഡിവൈസാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള ഇവരുടെ കൺഫ്യൂഷനാണ്. റിസ്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിലാണ് ഇവരിത് ചെയ്യുന്നത്. അപ്പം മെയിനായിട്ട് റിപ്പോർട്ടുകൾ പ്രകാരം ഇവർ കളഞ്ഞു എന്ന് പറയുന്നത് ചൈനീസ് അധികൃതർ നൽകിയിട്ടുള്ള ബേണർ ഫോൺസ്, അതേപോലെ തന്നെ ഡെലിഗേഷൻ ബാഡ്ജുകൾ, ലേപ്പൽ പിന്നുകൾ, പ്രസ് ക്രെഡൻഷ്യൽസ്, അതേപോലെ തന്നെ ചെറിയ സുവനീർ ഗിഫ്റ്റ്. എന്താ കാരണം? സ്പൈവെയർ ആൻഡ് സർവൈലൻസ് ഭയം. അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് ചൈനീസ് ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ട്രാക്കിംഗ് അല്ലെങ്കിൽ ഡാറ്റ കളക്ഷൻ സംവിധാനങ്ങൾ ഉണ്ടാകാമെന്ന സ്ഥിരമായുള്ള അവരുടെ സംശയമുണ്ട്. അതിനാൽ പേഴ്സണൽ ഫോൺസ് പോലും കൊണ്ടുപോകാതെ ക്ലീൻ ബേണർ ഡിവൈസുകൾ മാത്രം ഉപയോഗിച്ചു. ഇതാണ് ഒരു പോയിന്റ്. അതായത് ചൈന നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിനും അപ്പുറത്തേക്കാണ് ചൈനയുടെ കളികൾ എന്ന് പറയുന്നത്. സിഗ്നൽ കിട്ടിയാൽ മതി, റേഡിയോ വേവ്സ് കിട്ടിയാൽ മതി, ഇതിനോട് പെനെട്രേറ്റ് ചെയ്ത് എല്ലാ ഡാറ്റ ഇവന്മാർ അടിച്ചുകൊണ്ട് പോകും. നമ്മുടെ നാട്ടിലും കുറച്ച് സാധനങ്ങൾ ഇതുപോലെ ഡാറ്റ അടിച്ചുകൊണ്ട് പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ബാൻ ചെയ്തിട്ടുണ്ട്. UC ബ്രൗസർ എന്നൊക്കെ പറഞ്ഞ് പണ്ട് കുറച്ച് ബ്രൗസറും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഡാറ്റ ചോർത്തിക്കൊണ്ട് പോയിട്ട് കേന്ദ്ര സർക്കാർ ഇതിനൊക്കെ നിരോധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞൊരു സാധനമുണ്ട്, ക്ലീൻ ബേണർ ഡിവൈസസ് ആണ് ഉപയോഗിച്ചെന്നുള്ളത്. അതായത് ട്രംപിൻ്റെ കൂടെയുള്ള ടീമും ഇൻക്ലൂഡിങ് മീഡിയ അമേരിക്കയിൽ നിന്ന് പോകുന്നത്, ഇവർ ചൈനയിലേക്ക് പോകുന്ന സമയത്ത് ഈ ക്ലീൻ ബേണർ ഫോണുകളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു പുതിയ ഫോൺ, ഇവരുടെ പേഴ്സണൽ ഫോണല്ല അമേരിക്കയിൽ വെച്ചിട്ട് ഒരു പുതിയ ഫോൺ, അതിനകത്ത്
അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ആപ്പുകൾ ഉണ്ടായിരിക്കുമോ? ഇതൊന്നും ഉണ്ടായിരിക്കത്തില്ല. അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങൾ മാത്രമുള്ള വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ഫോൺ. അതിനകത്ത് ആവശ്യം വന്നാൽ വിളിക്കാൻ പറ്റുന്ന 4-5 നമ്പറുകൾ മാത്രം ഉണ്ടാവും. അതിനകത്ത് ബാങ്കിങ് ഡീറ്റെയിൽസോ അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ ഡീറ്റെയിൽസോ അങ്ങനെ ഒരു സാധനവും ഇല്ലാത്ത ഫോണുകളാണ് ഈ ക്ലീൻ ബേണർ ഡിവൈസുകൾ എന്ന് പറയുന്നത്. ഇത് പണ്ട് അമേരിക്കയിൽ തന്നെ ഉണ്ടായിരുന്ന ഈ കള്ളക്കടത്തുകാരും അതേപോലെ തന്നെ മയക്കുമരുന്ന് കടത്തുന്ന ആൾക്കാരൊക്കെ ഉപയോഗിച്ചിരുന്ന ഫോണുകളാണ്. അവര് ഈ പറയുന്ന ഇവരുടെ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് ഈ പ്രീപെയ്ഡ് ഫോണുകളായിരിക്കും അവർ ഉപയോഗിക്കുക. അപ്പൊ അവരുടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ഈ ഫോണുകൾ ഇവർ കത്തിച്ച് കളയും. അതുകൊണ്ടാണ് അതിനെ ബേണർ ഫോണുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലത്തെ ഡിവൈസുമായിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? ചൈനയിലോട്ട് പോകുന്നത്. അപ്പൊ എത്രത്തോളം ഇവരുടെ സെക്യൂരിറ്റി മെഷർമെന്റും കൂടെയാണ് കേട്ടോ. അതും കൂടെ നമ്മൾ പറയണം. ഇത്രയും സെക്യൂരിറ്റി അവർ നോക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറയാലോ. അപ്പൊ അങ്ങനത്തെ ഫോണും കൊണ്ടാണ് ഇവർ പോകുന്നത് എന്നുള്ളതാണ്. ഒരു തരത്തിലും അത് അത്രക്ക് പേടിയാണ്, അതായത് അത്രക്ക് സംശയമാണ് ചൈന എന്നുള്ളതാണ്. ഈ ഒരു പഴുത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ സർവൈലൻസ് ഇവർ നിരീക്ഷിക്കും, സ്പൈവെയറുകൾ കേട്ടിട്ട് ഡാറ്റ അടിച്ചുകൊണ്ട് പോകുന്നുള്ളതാണ് ഇവരുടെ മേജർ ആയിട്ടുള്ള പ്രശ്നം. പിന്നെ ലോകത്തിലെ വലിയ ശക്തിയൊക്കെയാണല്ലോ. പിന്നെ സൈബർ സെക്യൂരിറ്റി പ്രോട്ടോകോൾ. ചൈന പോലെയുള്ള രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ US ഒഫീഷ്യൽസ് പലപ്പോഴും പേഴ്സണൽ ലാപ്ടോപ്പ് ഉപയോഗിക്കില്ല, ടെമ്പററി ഇമെയിൽ അക്കൗണ്ടുകൾ ഉപയോഗിക്കും, ഡിവൈസസ് ഫാരഡേ ബാഗിൽ സൂക്ഷിക്കും എന്നിങ്ങനെ പ്രവർത്തിക്കാറുണ്ട്. അതെന്താ ഇപ്പം ഈ ഫാരഡേ ബാഗ് എന്ന് പറയുന്നത്? അതായത് ഇവരുടെ പേഴ്സണൽ സാധനങ്ങളൊന്നും ഉപയോഗിക്കില്ല, പക്ഷെ ഇവർക്ക് ചില സമയത്ത് മെയിൽ അയക്കേണ്ടി വരും, കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടി വരും. അപ്പൊ അതിനൊരു ടെമ്പററി ആയിട്ട് മെയിൽ ID മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. മാത്രമല്ല ഇത് ഉപയോഗിക്കുന്നത് ഫാരഡേ ബാഗ്സിലാണ്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു തരത്തിലുള്ളൊരു ബോക്സ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതായത് അതിനകത്തേക്ക് ഒരു സിഗ്നലിനും പെനിട്രേറ്റ് ചെയ്ത് കയറാനോ അതിനകത്തുള്ള സിഗ്നലുകൾക്ക് പുറത്തോട്ട് ട്രാവൽ ചെയ്യാനോ പറ്റത്തില്ല. അതായത് ഈ പറയുന്ന NFC ഡിവൈസുകളൊക്കെ ഉണ്ടല്ലോ, RFID പ്രൊട്ടക്ഷൻ പോലെയൊക്കെയുള്ള ചില പേഴ്സുകളൊക്കെ കാണാൻ പറ്റും. അതുപോലത്തെ ബാഗുകളാണ് ഈ സാധനം. അപ്പൊ ഇതിനകത്താണ് ഇവരിത് സൂക്ഷിക്കുന്നത് എന്നുള്ളതാണ്. അത്രയും സെക്യൂരിറ്റി ആണ് ഇവർ എടുക്കുന്നത് എന്നുള്ളതാണ്. ഒരു സിഗ്നലിന് ഈ ബാഗിനകത്തേക്ക് കയറാൻ പറ്റത്തില്ല, അതിനകത്ത് ഇത് പുറത്തോട്ട് പോകാനും പറ്റത്തില്ല. ഒരു സിഗ്നൽ, ഒരു കണക്ഷൻ കിട്ടിയാലല്ലേ ഡാറ്റ അടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതിനുള്ള സമയം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ്, സംശയമുള്ളത് കൊണ്ട്, അതായത് ഒരു തരത്തിലും വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് പ്യുവർ സെക്യൂരിറ്റി എന്ന് പറയുന്ന സാധനം വെച്ചിട്ടാണ് ഇവര് ഈ പറയുന്ന ഗിഫ്റ്റുകളും സാധനങ്ങളെല്ലാം കളഞ്ഞത്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയോ? ചൈനയ്ക്ക് ഓൾറെഡി ഈ കാര്യങ്ങൾ അറിയുന്നുണ്ടാവുമായിരിക്കും. അതുകൊണ്ട് തന്നെ കുറെ വേസ്റ്റ് പേപ്പർ എല്ലാം കൂടെ പൊതിഞ്ഞ് ഒരു പെട്ടിയിലാക്കിയിട്ട് അതിനൊരു റാപ്പൊക്കെ ചെയ്തിട്ടായിരിക്കാം ചിലപ്പോൾ ഇവർക്ക് കൊടുത്തിട്ടുണ്ടാവുക. കാരണം ഇവരിത് കളഞ്ഞു പോകുന്നുള്ളത് അവർക്ക് ഓൾറെഡി അറിയാലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നതെന്നുള്ളതാണ്. അതായത് ഒരു രാജ്യം ആ രാജ്യത്തിന്റെ സെക്യൂരിറ്റി അതിന്റെ മാക്സിമം എക്സ്റ്റെൻഡ് ലെവലിൽ നോക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം. പക്ഷേ ആ രാജ്യം വേറൊരു രാജ്യത്തിനെ സമീപിച്ചിരിക്കുന്നത് മറ്റൊരു രാജ്യത്തിനെ പ്രഷറൈസ് ചെയ്യാനും ഇവരെ വിശ്വാസം എടുത്തുകൊണ്ടാണ്. പക്ഷെ അങ്ങനെ പോവുകയാണെങ്കിൽ കൂടെ ഒരു തരത്തിലുള്ള വിശ്വാസ്യതയും ഒരു തരത്തിലുള്ള ഒരു ട്രസ്റ്റും ആ രാജ്യത്തിന് മേലില്ല എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ക്ലീൻ ബേണർ ഫോണുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു തരത്തിലുള്ള പേഴ്സണൽ ഡാറ്റ ഇല്ല, അതിനകത്തുള്ള ഒരു കോണ്ടാക്ട്സ് ഉണ്ടായിരിക്കില്ല, ബാങ്കിങ് ആപ്പ് ഉണ്ടായിരിക്കില്ല, പേഴ്സണൽ ഇമെയിൽ ലോഗിൻ ആയിരിക്കത്തില്ല, സെൻസിറ്റീവ് ആയിട്ടുള്ള ഗവൺമെന്റ് ഫയലുകൾ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. കുറച്ച് ദിവസത്തേക്ക് മാത്രമായിരിക്കും ഇത് ഉപയോഗിക്കുക. യാത്ര കഴിഞ്ഞാൽ ഒന്നുകിൽ ഇവര് അവിടെ തന്നെ ഇത് ഡിസ്പോസ് ചെയ്ത് പോകും, ഇല്ലാന്നുണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് വന്നിട്ട് പല സമയങ്ങളിലും ഇവർ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുക ചെയ്യുക. അതായത് ഏതെങ്കിലും തരത്തിലുള്ള അറ്റാക്കുകൾ ഈ മൊബൈൽ ഡിവൈസസിന് നേരെ ഉണ്ടായിട്ടുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള സ്പൈവെയറുകൾ ഇതിനകത്ത് കയറിയിട്ടുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള സിഗ്നൽ പെനിട്രേഷൻസ് ഈ മൊബൈലിനകത്തോട്ട് ഈ ഡിവൈസിനകത്തേക്ക് ചെയ്തിട്ടുണ്ടോ, കയറിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇവരെന്ത് ചെയ്യാറുണ്ട്, ഫോറൻസിക് പരിശോധനയിലൂടെ കണ്ടെത്താനും അത്തരത്തിലുള്ള പരിപാടികളും കൂടെ ഇവർ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ കൂടെ ഇതിന്റെ ഭാഗത്തുണ്ട്. സ്വന്തം ഐഫോൺ അല്ലെങ്കിൽ ഒഫീഷ്യൽ സെക്യൂർ ഫോൺ കൊണ്ടുപോകില്ല, ടെമ്പററി ഫോൺ ആയിരിക്കും നൽകുക, ആവശ്യത്തിന് കുറച്ച് നമ്പറുകൾ മാത്രമായിരിക്കും അതിനുണ്ടാവുക. മിഷൻ കഴിഞ്ഞാൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായി നശിപ്പിക്കുകയോ ചെയ്യും. അതായത് ഫോൺ ഹാക്ക് ചെയ്യുന്ന സമയത്ത് ഇവര് പ്രതീക്ഷിക്കുന്ന കുറച്ച് സാധനങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മൈക്രോഫോൺസ് റിമോട്ട്ലി ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റും,
കോണ്ടാക്ട് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും, ഇമെയിൽ ആക്സസ് ചെയ്യാൻ പറ്റും, മാൽവെയറുകളെ ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയൊക്കെയുള്ള ഡൗട്ടുകൾ ഉള്ളത് കൊണ്ടും കൂടിയാണ് ഈ പറയുന്ന എന്താ പറയാ, ഈ ട്രംപിന്റെ വിമാനത്തിലോട്ട് ഈ സാധനങ്ങൾ ഒന്നും കയറ്റാത്ത, ചൈനയുടെ ഒരു സാധനം അതിനകത്ത് കയറ്റത്തില്ല, അങ്ങനത്തെ ഒരു സാധനം കയറ്റാണ്ട് എല്ലാം അവിടെ തന്നെ ഇവര് ഡിസ്പോസ് ചെയ്ത് പോയെന്നുള്ളതാണ്. എന്തായാലും കാര്യങ്ങൾ നല്ല രസമായിട്ടുണ്ട്. വലിയ ചർച്ചയൊക്കെ നടത്തി, ഇറാനെതിരെ അതെടുക്കും ഇതെടുക്കും എന്നൊക്കെ പറഞ്ഞു വന്നു. അവസാനം ഒരു വിശ്വാസവും ഇല്ലാതെ അവരെ ഒരു വിശ്വാസത്തിലെടുക്കാണ്ട് അവരുടെ സന്നാത്താന്ന സാധനങ്ങളൊക്കെ അവിടെ തന്നെ കളഞ്ഞിട്ട് പോവുകയും കൂടെ ചെയ്തു എന്നുള്ളതാണ്.